നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വികസന പന്ഥാവിൽ പുതിയ ചരിത്രം എഴുതിച്ചേർത്താണ് മുഖ്യമന്ത്രിയും മന്ത്രിതല സംഘവും ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നത്. 3 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. നിരവധി പദ്ധതികൾക്ക് അംഗീകാര പത്രങ്ങൾ കിട്ടി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴികാട്ടുന്ന നിരവധി പദ്ധതികൾക്കായുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രിമാർക്ക് നേരിട്ട് കൈമാറി. വികസനത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ഡൽഹിയിലെത്തിയ മന്ത്രിതല സംഘത്തിലുണ്ടായിരുന്ന കൃഷിമന്ത്രി കെ.പി. മോഹനൻ, മുൻ മന്ത്രി വി. സുരേന്ദ്രൻപിള്ള, വ്യവസായ ലോകത്തിന്റെ പ്രതിനിധി സി. ചാക്കുണ്ണി എന്നിവർ ചേരുന്നു തത്സമയം നമ്മോടൊപ്പം. ആദ്യം മന്ത്രി ശ്രീ കെ.പി. മോഹനൻ, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിതല സംഘം കേന്ദ്രത്തിലേക്ക് പോകുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അവിടെ നിന്ന് പ്രതീക്ഷാ നിർഭരമായ ഉറപ്പുകളാണോ കേരളത്തിന് കിട്ടിയിട്ടുള്ളത്? ശ്രീ കെ.പി. മോഹനൻ, അങ്ങയോടാണ് ഡൽഹിയിലെ സന്ദർശനത്തിന് ശേഷം കിട്ടിയിട്ടുള്ള ഉറപ്പുകൾ. അത് കേരളത്തിന്റെ ഭാവി പുരോഗതിക്ക് എത്രത്തോളം നിർണായകമാകും? കേരളത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ഗുണകരമായതും പുരോഗതിയും ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും നല്ല സമീപനമാണ് കേന്ദ്ര മന്ത്രിമാരിൽ നിന്നുണ്ടായത്. അതും പ്രത്യേക തരത്തിൽ പറഞ്ഞാൽ, പ്രത്യേകതയെ എടുത്തു പറഞ്ഞാൽ, ശ്രീ ശരത് പവാർ, കൃഷിമന്ത്രിയായിരിക്കുന്ന ശ്രീ ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും നല്ല സമീപനവും ഏറ്റവും നല്ല രീതിയിൽ കാർഷിക മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് സമർപ്പിച്ചത്. അനുകൂലമായ നടപടികളും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൾ കർഷകർ. നമ്മുടെ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 13,000-ലധികം ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കോൾ മേഖല ഇന്ന് കാർഷിക യോഗ്യമല്ലാതായിരിക്കുകയാണ്. ഒരു പ്രാവശ്യം മാത്രം വിത്തിടാനും നെൽകൃഷി ചെയ്യാനും ഉതകുന്ന രൂപത്തിൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് മാറ്റിയെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ആ മേഖല, കോൾ മേഖലയാകെ വളരെ സമ്പന്നമാക്കാനും പ്രത്യേക പദ്ധതിയിലൂടെ ഏകദേശം 800 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയാണ് കേരളത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ബണ്ട് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജാണ്. ആ പാക്കേജ് വരുന്നതോടുകൂടി കേരളത്തിൻ്റെ ആ മേഖല പ്രത്യേകിച്ച് പൊന്നാനി, തൃശ്ശൂർ മേഖലയിലുള്ള മലപ്പുറവും തൃശ്ശൂരും വ്യാപിച്ചു കിടക്കുന്ന ആ മേഖല വളരെ സമ്പന്നമായിട്ട് വരുമെന്ന, കാർഷിക മേഖലയ്ക്ക് സമ്പന്നമായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും പ്രാധാന്യമേറിയ പ്രവർത്തനങ്ങൾ, ഒന്ന്, അവിടുത്തെ 3 കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. 3 കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഒരു കൃഷി മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഏകദേശം 232 വർഷം തോറും 232 കോടിയുടെ വരുമാനം കേരളത്തിനുണ്ടാവാൻ പോവുകയാണ് നെൽകൃഷിയിൽ നിന്നും. ഏകദേശം 1,55,000-ഓളം മെട്രിക് ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ശരത് പവാറിൻ്റെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഞങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വളരെ നല്ല സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശ്രീ വി. സുരേന്ദ്രൻപിള്ള, ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഈ നല്ല സമീപനം, ഒരു നല്ല സമീപനം, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു സർക്കാരിന് ഒരു സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ സജീവമായി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുക തന്നെയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്? ഇതിപ്പോൾ കെ.പി. മോഹൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. എനിക്ക് ഇപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം അംഗീകരിക്കാം. പക്ഷേ നെൽ കർഷക മേഖലയിലെ, കാർഷിക മേഖലയിലെ ഉള്ള പ്രശ്നങ്ങൾ അദ്ദേഹം മറന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ കോൾ നിലങ്ങൾ, ഇരിപ്പു നിലങ്ങൾ, മുപ്പു നിലങ്ങളാക്കാനായിട്ട് എന്തോ ചില സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ് തരുന്നു എന്നാണ് പറയുന്നത്.
2006 മുതൽ 2011 വരെ നമ്മുടെ സംസ്ഥാനം ഭരിച്ച LDF സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ 5 രൂപയായിരുന്നു 1 കിലോ നെല്ലിൻ്റെ താങ്ങുവില. ആ ഗവൺമെൻറ് അധികാരം വിട്ടപ്പോൾ അത് 13ആയി. നെൽ കൃഷി മേഖലയിലെ കാർഷിക മേഖലയിലെ നെൽകർഷകരെ കൂടുതൽ ഉൽപ്പാദനം നടത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കണമെങ്കിൽ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം. അതിന് കേന്ദ്രം വല്ലതും ചെയ്തിട്ടുണ്ടോ? സംസ്ഥാനം വല്ലതും ചോദിച്ചിട്ടുണ്ടോ? എന്താണിപ്പോൾ സംസ്ഥാനം മന്ത്രിമാരെല്ലാം 10-12 മന്ത്രിമാർ അവിടെ 2 ദിവസം ചെന്ന് കിടന്ന് എന്താ ചെയ്തവർ? അവർ പിന്നെ എല്ലായിടവും കൊണ്ടുവന്നൊരു നിവേദനം കൊടുക്കുന്നതിന് ഇവിടെ വല്ല കുറവുണ്ടോ? ശ്രീ KP മോഹനൻ, അങ്ങനെ നിവേദനം കൊടുപ്പിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നിവേദനം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സമീപനമാണ്. ആ സമീപനത്തിൽ നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് ഈ 800 കോടിയുടെ പദ്ധതി, അതോടൊപ്പം ഇവിടെ പറഞ്ഞല്ലോ നെല്ല് സംഭരണത്തെക്കുറിച്ച്. നെല്ല് സംഭരണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 14 രൂപയായിരുന്നത് 15 രൂപയാക്കിക്കൊണ്ട് ഉയർത്തി. അത് കേരള സർക്കാർ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇനി അങ്ങോട്ട് എന്ത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശരത് പവാർ കൃഷിമന്ത്രി, നമ്മുടെ കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞത്, നിങ്ങൾ കാർഷിക മേഖലയ്ക്ക് എന്ത് നല്ല രീതിയിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനൊക്കെയുള്ള നല്ല സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മാത്രമല്ല, പ്രാവർത്തികമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പുതിയ രീതിയിലുള്ള ഇപ്പോൾ ഈ രംഗത്ത്, കാർഷിക രംഗത്ത് പുതിയ രീതിയിൽ ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും നല്ല ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട്, കാർഷിക മേഖലയിൽ നിന്ന് ചെറുപ്പക്കാർ പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലത്ത് പദ്ധതികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഉള്ള പണം പോലും ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞത് എന്താ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് വരൂ, കൂടുതൽ തരാം. അപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബറിനുള്ളിൽ കഴിഞ്ഞ കാലത്ത് സ്പെൻഡ് ചെയ്യാത്ത പണങ്ങളൊക്കെ തന്നെ ചെലവഴിച്ചുകൊണ്ട് ആ ചെലവഴിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതി. അതിലേറ്റവും പ്രാധാന്യമേറിയിട്ടാണ് കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. കർഷകർ എന്ന് പറയുന്നത് അവർക്ക് ഭൂമിയുണ്ട്, കൃഷി ചെയ്യാൻ അവർക്ക് ആവതാകുന്നില്ല. കാരണം അവർക്ക് അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങളില്ല, അതോടൊപ്പം തന്നെ പണമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വേണമെങ്കിൽ കൃഷിഭവനും കൃഷിക്കാരുമായിട്ടുള്ള ഒരു ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് അവരെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അഥവാ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീയും അതുപോലെ തന്നെ ജനശ്രീയും പോലുള്ള SHG ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എഫേർട്ട് അതിൽ കൊണ്ടുവന്നുകൊണ്ട് തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന് സർക്കാർ തെളിയിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ വരണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സർവാത്മന സ്വാഗതം ചെയ്യുക. കേന്ദ്ര ഫണ്ട് ഇവിടെ വരണം, കേന്ദ്ര നിക്ഷേപങ്ങൾ വരണം, കേന്ദ്രം കൈ അയച്ച്. ഇപ്പം കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഒരേ കക്ഷിയാണല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ വരണം. ഇവിടെ എന്താണ് കേരളത്തിൻ്റെ ആവശ്യം? ഇതൊന്നുമല്ല. ഇവിടുത്തെ ഇപ്പോൾ റെയിൽവേ, കേരളത്തിലെ ജനങ്ങളെ കളിപ്പിച്ചിട്ട് റെയിൽവേ സോണില്ല, ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് പോയത് കണ്ടല്ലോ. ഇവിടുത്തെ വൈദ്യുതി വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിച്ചോ? ഇവിടുത്തെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച് പുനഃസ്ഥാപിച്ചോ? ഇവിടെ മണ്ണെണ്ണയുടെ വിഹിതം കൂട്ടിയോ? പഞ്ചസാരയുടെ വിഹിതം കൂട്ടിയോ? ഇവിടെ ഫ്ലഡ് ഡാമേജ് സ്കീമിൽ കഴിഞ്ഞ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഫ്ലഡ് ഡാമേജ് സ്കീമിൽ 1400 കോടി രൂപ കഴിഞ്ഞ കൊല്ലം അപേക്ഷ കൊടുത്തോ? ഒരു പൈസ? വരൾച്ച ദുരിതാശ്വാസം കൊടുത്തോ? 1 രൂപ ചോദിക്കാൻ പോയോ? ഇവർ ചോദിച്ചോ? ഇപ്പോൾ ഇന്ന് തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത് ഞാൻ 1400 കോടി 3 കോടി രൂപയുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിവേദനം കൊടുത്ത ഇവിടെ കിടക്കല്ലേ, ഇങ്ങോട്ട് തരട്ടെ. എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നില്ലേ, കേരളത്തിന് കൊടുത്തൂടെ? അപ്പോൾ കേരളത്തെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശ്രീ സി ചാക്കുണ്ണി, അദ്ദേഹം വ്യവസായ ലോകത്തിന്റെ പ്രതിനിധിയാണ്. പ്രതിപക്ഷം വളരെ കൃത്യമായി പറയുന്നു, ഇത് നിവേദനം കൊടുപ്പിൽ ഒതുങ്ങുന്നു. കേരളത്തിന്റെ വളരെ കൃത്യമായുള്ള ആവശ്യങ്ങളിലേക്ക് ഈ സംഘത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, മന്ത്രി ശ്രീ KP മോഹനും പറയുന്നത് പ്രതീക്ഷാ നിർഭരമായിരുന്നു ഈ തുടക്കം എന്നുള്ളതാണ്. എങ്ങനെയാണ് വ്യവസായ ലോകം ഈ ഒരു സന്ദർശനത്തെ കാണുന്നത്? വളരെ മാതൃകാപരമായ ഒരു നടപടിയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഇനീഷ്യേറ്റീവാണ്. 3ഓളം എഗ്രിമെൻറ്റുകൾ വെച്ചെന്ന് നമ്മൾ പറയുന്നു, IITയുടെ കാര്യം മറ്റു കാര്യങ്ങളിലെല്ലാം ആയിട്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ
കേന്ദ്രത്തിലെ അനുവദിച്ച പദ്ധതികൾ, അനുവദിച്ച ഫണ്ട് നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. യഥാസമയങ്ങൾ പദ്ധതികൾ നമ്മൾ സമർപ്പിക്കാറില്ല. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് തന്നെ ഒരു മുൻഗണനാക്രമ ഏകോപനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ലാപ്സാക്കുന്നതിൻ്റെ ഒന്നാം സ്ഥാനത്താണ് കേരളമായിരുന്നത്. ഇത് വളരെയധികം നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് കാണുന്നത്. നമുക്ക് നേടിയതോടൊപ്പം തന്നെ നേടാനുള്ളൊരു അവസരം, ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പല പദ്ധതികളും അവിടെ യഥാസമയം വേണ്ട മാതിരി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം നേടിയെടുത്തില്ല എന്നുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇതിൽ വളരെയേറെ പ്രതീക്ഷ വ്യവസായ ലോകം, കാർഷിക ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആഭ്യന്തര ഉൽപ്പാദനമല്ല, നമ്മളെല്ലാ ഉൽപ്പന്നങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിനെ നമ്മൾ കാത്തിരിക്കാൻ, റിസൾട്ട് കാത്തിരിക്കാൻ. നമ്മൾ 24 മണിക്കൂറിൽ എല്ലാം നേടിയിട്ടില്ലെങ്കിലും നല്ലൊരു ഓപ്പണിങ് കേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നല്ല അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 6ഓളം കേന്ദ്ര മന്ത്രിമാർ ഇവിടെ ഉണ്ട്. നമുക്ക് പലതും നേടാനുണ്ട്. സുരേന്ദ്ര സാർ പറഞ്ഞ റെയിൽവേയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളിതിനെ ചെറുതാക്കി കാണുന്നത്, നമ്മൾ കേരളത്തിലെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കിയിട്ട് ഇത് ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിൽ നേടിയെടുക്കുകയും അത് സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ മടങ്ങിയത് അങ്ങനെ ഒരു പ്രതീക്ഷാ നിർഭരമായ തുടക്കമായി എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇതിനെ കാണാൻ കഴിയുന്നില്ല? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ നിഷേധിക്കപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേടിയെടുക്കാനും കേരളത്തിന് കൂടുതൽ കേന്ദ്ര നിക്ഷേപം വരുത്താനും ഒക്കെ ഏറ്റവും കനകമായ അവസരമാണ് ഇപ്പോൾ എന്നാണ് കേരളീയരും ഒക്കെ വിശ്വസിച്ചാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ പറയുന്ന പോലുള്ള ഒരു മെച്ചവും ഒരു മാറ്റവും ഇതുവരെയും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഏതെടുത്ത് പരിശോധിച്ചാലും ആരുമായിട്ടും ഡിബേറ്റിന് തയ്യാറാവും, ഉണ്ടാകുന്നില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർ പോയി നിവേദനം കൊടുക്കുന്നു, അവരെ നന്നായിട്ട് സ്വീകരിക്കുന്നു, നന്നായിട്ട് പരിശ്രമിക്കാമെന്ന് പറയുന്നു, നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. ഇവിടെ ഇതൊക്കെ ചെയ്യുന്നു. ഈ വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കേരള ജനത പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല, നിവേദനം കൊടുപ്പ് അതും വേണ്ട തരത്തിൽ നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കെ പി മോഹനൻ, ഇത് ആവർത്തിക്കാൻ സുരേന്ദ്രൻപിള്ളയോട് എനിക്ക് പറയാനുള്ളത്, വളരെ തെളിവ് സഹിതം ഞാൻ അതിനെ എതിർക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കോഴിക്കോട് ഒരു കാലിത്തീറ്റ ഫാക്ടറിക്ക് തറക്കല്ലിട്ടു. 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണത്. ആ പദ്ധതിക്ക് വേണ്ട പണം കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞു. ഇന്നലെ പോയപ്പോൾ ആ 20 കോടി, അതിൻ്റെ ആദ്യത്തെ വിഹിതം എന്നതിൽ 20 കോടി വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. ആ 20 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ മുൻപേ ആവശ്യപ്പെട്ട പദ്ധതി, ഈ 3 മാസം മുമ്പേ ആവശ്യപ്പെട്ട പദ്ധതിയുടെ 50 കോടിയുടെ പദ്ധതിക്ക് 20 കോടി വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ചോളം കൃഷി വ്യാപിപ്പിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുന്നത് എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചോളം കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി 2.5 കോടി അനുവദിച്ചു അത് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് ഉദാഹരണമായിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊടുക്കുന്ന പദ്ധതിക്കുള്ള തുക അനുവദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുവദിക്കുമെന്ന് മാത്രമല്ല, ഈ ഡിസംബർ മാസത്തോടുകൂടി കഴിഞ്ഞ കുറേ കാലമായിട്ട് മന്ദീഭവിച്ച് കിടക്കുന്ന, ഇവിടെ പറഞ്ഞല്ലോ ഫണ്ട് ചെലവാക്കുന്നതിൻ്റെ അലംഭാവം കാണിച്ച ആ കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് കുറേ കൂടി നല്ലൊരു ശതമാനം സ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഫണ്ട് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ചെലവാക്കാൻ കഴിഞ്ഞ കാലങ്ങൾ സാധിച്ചില്ല, പരിശോധിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ചെലവാക്കും. ഇപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കാര്യത്തിൽ അതിലും ഒട്ടേറെ പദ്ധതികൾ രൂപം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ല ക്ഷീര ജില്ലയാക്കിയിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 1 ലക്ഷത്തോളം പശുക്കളെയാണ് അവിടെ കൊടുക്കുന്നത്. 50,000 കുടുംബങ്ങൾക്ക് 1 ലക്ഷത്തോളം പശുക്കളാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു വലിയ ബൃഹത്തായ പദ്ധതി, 500 കോടിയുടെ പദ്ധതിയാണ്. ആ 500 കോടി പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ക്ഷീര ജില്ലയായിട്ട് മാറുകയാണ്. വളരെ നല്ല കാലാവസ്ഥയാണ് അവിടെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൃഷി വകുപ്പ് അങ്ങനെയൊക്കെ മടങ്ങിയ